പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം ശത്രുവിൻ്റെ മനോനില തിരിച്ചറിയാൻ ശേഷിയുള്ള സേനാ വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടത്രേ. രാജ്യത്തെ വിവിധ കമാൻഡുകളിലായി പ്രവർത്തിക്കുന്ന 5 മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരടങ്ങിയ റെഡ് ടീമിന്റെ സേവനം ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നത് ഇതാദ്യമായാണ്. ശത്രുവിന്റെ തന്ത്രങ്ങൾ അനുകരിക്കുകയും അതിനെതിരെ സാങ്കല്പിക ആക്രമണം നടത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. ശത്രുവിന്റെ വേഷത്തിൽ അണിനിരക്കുന്നവരെ ബ്ലൂ ടീം എന്നാണ് വിളിക്കുക. മഹാഭാരതത്തിൽ പാണ്ഡവർക്ക് സ്നേഹവായ്പോടെ ഉപദേശം നൽകിയ വിദൂരരെ അനുസ്മരിപ്പിച്ച് വിദൂർ വക്തത എന്നാണ് സൈന്യം ഈ നീക്കത്തെ വിളിക്കുന്നത് പോലും. വിവിധ തലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത് പ്രയോഗിച്ചത് എന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന സേനാ കമാൻഡർമാരുടെ യോഗത്തിലാണ് ആശയം ആദ്യമായി ചർച്ചയായത്. ഇതേ തുടർന്ന് 15 ഓഫീസർമാരടങ്ങിയ സംഘത്തിന് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ശത്രുരാജ്യം ഏതൊക്കെ പ്രതിരോധ തന്ത്രങ്ങൾ പ്രയോഗിക്കാം, അവരുടെ പ്രതികരണം ഏതു തരത്തിലാകാം എന്നിവ മുൻകൂട്ടി മനസ്സിലാക്കി അതിനാവശ്യമായ ബദൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് റെഡ് ടീമിന്റെ രീതി. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് തന്ത്രങ്ങൾ പിടിച്ചെടുക്കാൻ അമേരിക്ക പരീക്ഷിച്ചതാണ് റെഡ് ടീമിംഗ്. എന്നാൽ യുദ്ധമുറകളുടെ പരിശീലനത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പദമാണ് റെഡ് ടീം. അതേസമയം മെയ് 10-ാം തീയതി പാകിസ്ഥാന്റെ മുറിദ് വ്യോമതാവളത്തിന് നേർക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മുറിദിൽ ഉണ്ടായിരുന്നെന്ന് സംശയിക്കുന്ന ഭൂഗർഭ സംവിധാനങ്ങളെ കൂടി ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഈ ചിത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സാർ ടെക്നോളജീസ് ആണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. മുറിദ് വ്യോമതാവളത്തിനുള്ളിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു സബ് കോംപ്ലക്സിന്റെ ഉള്ളിൽ പ്രവേശന കവാടത്തിൽ നിന്ന് 30 മീറ്റർ അകലെ 3 മീറ്റർ വീതിയുള്ള ഗർത്തം രൂപപ്പെട്ടതായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഡബിൾ ഫെൻസിംഗ്, നിരീക്ഷണ സ്തൂപങ്ങൾ, അതിസുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയവയുള്ള മേഖലയാണ് ഇവിടം. കമാൻഡ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഡ്രോൺ ഓപ്പറേഷനുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിർണായക സംവിധാനങ്ങൾ അവിടുത്തെ ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്നിരിക്കാം. കമാൻഡ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഡ്രോൺ ഓപ്പറേഷനുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിർണായക സംവിധാനങ്ങൾ അവിടുത്തെ ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ആക്രമണത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഗർത്തത്തിന്റെ സാമീപ്യം സൂചിപ്പിക്കുന്നതെന്ന് ജിയോ ഇന്റലിജൻസ് റിസർച്ചറായ ഡാമിയൻ സൈമൺ പറയുകയുണ്ടായി. കൃത്യതയോടെ ആഴത്തിൽ പതിക്കും വിധത്തിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെന്നും അത് പാക് സുപ്രധാന മേഖലയുടെ സംരക്ഷണ സംവിധാനങ്ങളെ നിലം പരിശാക്കിയെന്നും ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കിട്ടിയ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭൂഗർഭ സൈനിക സംവിധാനത്തെ പ്രവർത്തനരഹിതമാക്കാൻ ഇന്ത്യ നടത്തിയ ആദ്യ ആക്രമണമായിരിക്കും ഇതെന്നാണ് സൂചന. വ്യോമതാവളത്തിന്റെ മേൽക്കൂരയിൽ ഉൾപ്പെടെ കേടുപാടുകൾ ചിത്രത്തിൽ ദൃശ്യമാണ്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ് മുറിദ് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമായുധങ്ങളെ സജ്ജമാക്കുന്നതിൽ നിർണായക പങ്കാണ് മുറിദിനുള്ളത്. മറ്റൊരു വ്യോമതാവളമായ നൂർഖാനിലും മുൻപ് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതായാണ് വിവരം. ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെ അവശിഷ്ടങ്ങൾ നീക്കി ഇവിടം വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. C-130 ഹെർക്കുലീസ്, IL-78 റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റ് തുടങ്ങിയവ സൂക്ഷിച്ചിരുന്നിടമാണ് നൂർഖാൻ വ്യോമതാവളം.